ആദ്യം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. കെജ്രിവാളിനെ ഈ മാസം 28 വരെ ഡൽഹി റൌസ് അവന്യൂ കോടതി ഇഡി കസ്റ്റഡിയിൽ വിട്ടു. ഇന്നലെ രാത്രിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. 10 ദിവസത്തെ കസ്റ്റഡിയാണ് ഇഡി ആവശ്യപ്പെട്ടത്. 7 ദിവസമാണ് അനുവദിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേർന്നു. ബൽറാം, ഇനി എന്താണ് തുടർ നടപടികൾ? ഇഡി ഓഫീസിലേക്കല്ലേ ഇനി കെജ്രിവാളിനെ കൊണ്ടുപോവുക? അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയോ? സുഹൈല്, ഈ കോടതിയുടെ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കെജ്രിവാളിനെ ഡൽഹി പോലീസിന്റെ അകമ്പടിയോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡൽഹിയിലെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അവിടെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കെജ്രിവാൾ ഉണ്ടാകുക. വരുന്ന 28-നാണ് കെജ്രിവാളിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കേണ്ടത്. അതുവരെ അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ തുടരും. കെജ്രിവാളിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. കസ്റ്റഡിയിലുള്ള ഈ കാലയളവിൽ നിലവിൽ ഈ കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ, പ്രധാനമായും കവിത, ഒപ്പം തന്നെ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് അടക്കമുള്ള പ്രതികളിൽ നിന്നും ലഭിച്ച മൊഴികൾ, അത് കെജ്രിവാളിൽ നിന്നും ലഭിക്കുന്ന മൊഴികളുമായി താരതമ്യം ചെയ്യും. അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയനാക്കും കെജ്രിവാളിനെ. ഒപ്പം തന്നെ ഈ കേസിലെ മാപ്പ് സാക്ഷികൾ നൽകിയ മൊഴി, അതാണ് കെജ്രിവാളിനും മറ്റ് സിസോദിയ അടക്കമുള്ള മറ്റ് നേതാക്കൾക്കും പ്രധാനമായും എതിരെ തെളിവായി ഇഡി ചൂണ്ടിക്കാണിക്കുന്നത്. ആ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലും ഉണ്ടാകും. ഈ വിശദമായ വാദപ്രതിവാദങ്ങളാണ് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഇന്ന് 3 മണിക്കൂറോളം നടന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് 5 മണി വരെ വാദപ്രതിവാദങ്ങൾ തുടർന്നു. ഇതിന് ഒടുവിലാണ് കെജ്രിവാളിനെ ഈ മാസം 28 വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത്. 10 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു ഇഡി ആവശ്യപ്പെട്ടത്. ശരി, അച്യുതൻ കൂടി ഡൽഹിയിൽ ചേർന്നു. അച്യുതൻ, ഇന്ന് ഇഡി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇഡി കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഉണ്ടെന്ന കാര്യം ഇഡി പറയുന്നു. ഈ അരവിന്ദ് കെജ്രിവാളാണ് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കിങ് പിൻ എന്ന ആരോപണം ഉയർത്തുന്നു. അത്തരത്തിൽ ഈ മറ്റു സാക്ഷികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പ്രതികളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന ബോധ്യപ്പെടുത്തലാണ് ഇപ്പോൾ ഇഡി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ഇനി എന്തായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ മുമ്പിലുള്ള വഴികൾ? നാളെ ഈ ഇഡി കസ്റ്റഡിക്കെതിരായി സെഷൻസ് കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനുള്ള നീക്കമൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ടോ? സുഖയിൽ ഒരു ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട റൌസ് അവന്യൂ കോടതിയിൽ ഉണ്ടായത്. കാരണം ഈ മദ്യനയം രൂപീകരിക്കുന്നതിൽ കേജ്രിവാളിന് നേരിട്ട് പങ്കുണ്ടായിരുന്നു എന്നുള്ളത് ഇഡി വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. ഈ കുറ്റകൃത്യങ്ങളിലൂടെ സ്വരൂപിച്ച പണം അത് കൈകാര്യം ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാൾ കൈകാര്യം ചെയ്യുകയും ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഇഡി ഉന്നയിച്ചത്. മാത്രമല്ല, ഈ വിജയ് നായർ താമസിച്ചിരുന്നത് കേജ്രിവാളിന്റെ വസതിയോട് ചേർന്നാണ്. ഡൽഹി സർക്കാരിലെ മന്ത്രിയായിട്ടുള്ള കൈലേഷ് ഗെഹ്ലോട്ടിന്റെ വീട്ടിലായിരുന്നു താമസം. അങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ ഇഡി ഇന്ന് കോടതിയിൽ നിരത്തുകയുണ്ടായി. എന്നാൽ അഭിഷേക് സിംഗ് ഉയർത്തിയ ഒരു വാദം എന്നുള്ളത് ഈ മൊഴി രേഖപ്പെടുത്തിയതിൽ 80% വരുന്ന ആളുകളും കേജ്രിവാളിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇഡി ഒരു ആരാചാരനെ പോലെ പ്രവർത്തിക്കുകയാണെന്ന് കൂടി വാദിക്കുന്നുണ്ട്. പക്ഷേ ആ വാദങ്ങളൊന്നും വിലപ്പോയില്ല. കാരണം ഇഡിയുടെ 10 ദിവസമാണ് ഇഡി ആവശ്യപ്പെട്ടതെങ്കിൽ നിലവിൽ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയാണ്. ഇനി ആം ആദ്മിയെ സംബന്ധിച്ച ഈ തുടർ നടപടികൾ നീക്കവുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യമാണ് മുന്നിലുള്ളത്. അതിനായി ഒരു പക്ഷേ ഇനി മുകളിലേക്കുള്ള കോടതിയെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുക. കാരണം ഈ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. അതിനുശേഷം ഇനി ഒരു ജാമ്യത്തിനായി അല്ലെങ്കിൽ ഒരു ജാമ്യാപേക്ഷയുമായി മറ്റു കോടതികളെ സമീപിക്കുവാനായിരിക്കും പാർട്ടി പ്രധാനമായും തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു പ്രചരണമാക്കി ഉയർത്തുവാനാണ് ഇഡി ഇപ്പോൾ ആം ആദ്മി ഇന്ന് ചേർന്ന നിർണായകമായിട്ടുള്ള യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സാഹചര്യം ആയതുകൊണ്ട് തന്നെ കേജ്രിവാളിന്റെ അറസ്റ്റ് അത് കൃത്യമായിട്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നേട്ടം കൂടി ഇതിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി അല്ലെങ്കിൽ പദ്ധതി കൂടി ആം ആദ്മി ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായുള്ള പ്രതിഷേധ സമരങ്ങൾ. ശരി, സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതിരോധം കൂടി ആം ആദ്മി തീർക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ കെജ്രിവാളിന്റെ പ്രധാന വാദങ്ങൾ ആസൂത്രിതമായിരുന്നുവെന്നും ഈ അറസ്റ്റ് അതിനപ്പുറത്തേക്ക് പ്രതിയെ മാപ്പ് സാക്ഷിയാക്കി തനിക്കെതിരെ തെളിവുണ്ടാക്കിയെന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിയത്. പക്ഷേ സാധൂകരിക്കുന്ന തെളിവുകളെന്ന ഇഡി മറുവാദം ഉയർത്തി കെജ്രിവാളിനെ 28 വരെ 6 ദിവസത്തെ ഇഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു.